ഇതിനി നമ്മളൊന്ന് കേരളത്തിലേക്ക് വരികയാണ്. തിരുവനന്തപുരത്തേക്കാണ് ആദ്യം. ഷഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷഫീദ്, തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്നതുപോലെ കേന്ദ്രമന്ത്രി, MP, മുൻ MP അങ്ങനെയുള്ള ഒരു പോരാട്ടമാണ് നടന്നത്. ക്ലാസിക് മണ്ഡലമാണ്, സ്റ്റാർ മണ്ഡലമാണ്. ആ തരത്തിലേക്ക് രാജ്യം ഉറ്റുനോക്കിയ പോരാട്ടം നടന്ന മണ്ഡലം. പ്രവചനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന തരത്തിൽ കടുത്ത പോരാട്ടമായിരുന്നില്ലേ? അനുജ, ഉറപ്പായിട്ടും. കാരണം ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം, അതേപോലെ തന്നെ അനുജ ഈ പറഞ്ഞ പ്രത്യേകതകളുള്ള മണ്ഡലം, അതിനുമപ്പുറത്തേക്ക് ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചൊരു മണ്ഡലമായി തിരുവനന്തപുരം മാറി. അത് ഈ മത്സരത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതീതിയായിരുന്നു മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രവചനത്തിനും തിരുവനന്തപുരത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പോളിംഗ് ശതമാനം നന്നേ കുറഞ്ഞത് മൂന്ന് മുന്നണികളെയും ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. വലിയ അടിയൊഴുക്കുകൾ പ്രതീക്ഷിച്ച തിരുവനന്തപുരത്ത് അടിയൊഴുക്കിന്റെ ദിശ എന്തെന്ന് നിർണ്ണയിക്കുക പോളിംഗ് ശതമാനം കുറഞ്ഞതോടുകൂടി ആർക്കും സാധ്യമല്ലാതായി. മൂന്ന് മുന്നണികളും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നുള്ളതിന്റെ ആലോചനയിലായിരുന്നു. കഴിഞ്ഞ തവണ ഏതാണ്ട് 73.36% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ അത് 66.46 കുറഞ്ഞു എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതേസമയം പോളിംഗ് ശതമാനം കുറഞ്ഞാലും കേഡർ വോട്ടുകൾ തങ്ങളുടെ പാർട്ടിക്കാർ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് LDFും അതേപോലെ തന്നെ NDA ക്യാമ്പും ഒരേപോലെ അവകാശപ്പെടുന്ന കാര്യം. എന്നാൽ 2009 ശശി തരൂർ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം നേടിയപ്പോഴും മണ്ഡലത്തിലെ പോളിംഗ് കുറവായിരുന്നു. അതുതന്നെയാണ് UDFന്റെ ഇപ്പോഴത്തെയും ആത്മവിശ്വാസം. നിയമം ഒഴികെ എല്ലായിടത്തും ഭൂരിപക്ഷം നേടിയാണ് കഴിഞ്ഞ തവണ ശശി തരൂർ വിജയിച്ചത്. നേമത്ത് NDA ആയിരുന്നു മുന്നിൽ. എന്നാൽ നേമത്ത് ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. 6% കുറവ് നേമം മണ്ഡലത്തിലുണ്ടായി. UDFന് MLA ഉള്ള കോവളത്തും ഏതാണ്ട് അത്ര തന്നെ പോളിംഗ് കുറഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതേസമയം ഏറ്റവും ഉയർന്ന പോളിംഗ് ഉള്ള നെയ്യാറ്റിൻകര അതേപോലെ തന്നെ പാറശാല മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാഭാവികമായും ഇടത് ക്യാമ്പിന് വലിയ ഹോൾഡുള്ള സ്ഥലങ്ങളാണ്. അതുതന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത LDF പ്രതീക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്ന് മുന്നണികൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ള, ജയിക്കാൻ വേണ്ടി മാത്രം മത്സരിച്ച ഒരു ശ്രമമായിരുന്നു തിരുവനന്തപുരത്തേത്. ശശി തരൂരിനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ എത്തിയപ്പോൾ മുതൽ MP എന്ന രീതിയിൽ നടത്തിയ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ എതിർവശത്തുള്ള രണ്ട് മുന്നണികളും ചർച്ചയാക്കി. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് NDAക്ക് ഇത്രയധികം ഒരു ചർച്ചാ വിഷയമായ മണ്ഡലത്തിൽ മാറാൻ കഴിഞ്ഞ മറ്റൊരു തെരഞ്ഞെടുപ്പില്ല. ഇടത് ക്യാമ്പിനെ സംബന്ധിച്ച് പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയപ്പെടുന്ന ജനകീയ നേതാവിന്റെ മുഖമുദ്ര, സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ അവസ്ഥ, ഇതടക്കം തങ്ങൾക്ക് അനുകൂലമാകുന്ന ഇടത് ക്യാമ്പും വിശ്വസിക്കുന്നു. ഏതായാലും ഒന്നാമതെത്താൻ മാത്രമല്ല, തിരുവനന്തപുരത്ത് മൂന്നാമതെത്താതിരിക്കാൻ കൂടി വേണ്ടിയുള്ള പോരാട്ടമാണ് നടന്നത്. വേണു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു. തമിഴ്നാടിന്റെ ഫലസൂചനകൾ വിലയിരുത്തുന്നതിനായി. മനീഷ്, ഈ ഇന്ത്യ സഖ്യം രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ സമാനമായൊരു സഖ്യം 2019 തന്നെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. 39-ൽ 38 സീറ്റും അവർ നേടുകയും ചെയ്തു. ആ വിജയം ആവർത്തിക്കാൻ കഴിയുമോ? അണ്ണാ DMKയുടെയും BJPയുടെയും ഗതി എന്താകും? വേണു, അനുജ, തീർച്ചയായും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. DMK സഖ്യം, അത് നമ്മൾ നേരത്തെ 2019 രൂപീകരിച്ച മഴവിൽ സഖ്യം, അത് വളരെ ശക്തമായി തന്നെ മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ്. കാരണം 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ വലിയ തോതിലുള്ള വിജയം നേടാൻ DMK സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഭരണ നേട്ടങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരപരിപാടികൾ, അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ വിമർശനം, ഇതെല്ലാം തന്നെ കൃത്യമായ അർത്ഥത്തിൽ DMKയുടെ ബാഗിൽ വോട്ടായി തന്നെ വീണിട്ടുണ്ട് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ നിന്നുള്ളത് ഉറപ്പാണ്. ആ ആത്മവിശ്വാസം എന്തായാലും DMKക്കുണ്ട്, DMK സഖ്യത്തിനുണ്ട്. മറ്റൊരുത്ത് അണ്ണാ DMK, അതായത് 19-ലും 21-ലും NDA സഖ്യത്തിലുണ്ടായിരുന്ന അണ്ണാ DMK BJP വിട്ട്, അല്ലെങ്കിൽ NDA സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ 39 മണ്ഡലങ്ങളിലും പുതുച്ചേരിയിലും അണ്ണാ DMK മത്സരിക്കുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും പുതുമുഖങ്ങളെയാണ് അവർ. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി, മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനമാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഇവിടെ എല്ലാ പാർട്ടികളും ഞങ്ങളുടേതായ ഇന്റേണൽ സർവേകൾ, അതോടെ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുടെ, ഇന്നിവിടെ കൂടിയ നേതാക്കന്മാരുടെ കൃത്യമായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള അവലോകനവും അസസ്മെൻറ്റും, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫിഗറാണ് കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത്. ആ ഫിഗറിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് ഉണ്ടാക്കും. വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് ഇന്ത്യ ക്യാമ്പ്. ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പറയുന്നത് KC വേണുഗോപാൽ. എത്ര സീറ്റ് കിട്ടുമെന്നതിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു എന്നാണ് പറയുന്നത്. ആ ഭാഗം കേൾക്കാൻ കഴിഞ്ഞില്ല. വരുന്ന സമയം നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി എത്താം. മനീഷ് മൂർത്തി തുടരുന്നുണ്ട്. മനീഷ്, പറഞ്ഞോളൂ.
വേണു, എന്തായാലും അണ്ണാ-DMK ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. കാരണം 19ലും 21ലും NDA സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചതുകൊണ്ട് തന്നെ ജനങ്ങൾ തങ്ങളെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് അണ്ണാ-DMK മനസ്സിലാക്കുകയും അതിനുശേഷം 2024 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പൂർണ്ണമായും തന്നെ NDA സഖ്യത്തിൽ നിന്ന് വിട്ട് DMDK ഉൾപ്പെടെ ഉള്ളിൽ കൊണ്ടുവന്ന് വിജയകാന്തിന്റെ DMDK ഉൾപ്പെടെ ഉള്ളിൽ കൊണ്ടുവന്നാണ്, സഖ്യത്തിൽ കൊണ്ടുവന്നാണ് എന്തായാലും അണ്ണാ-DMK മത്സരിക്കുന്നത്. വലിയ പ്രതീക്ഷ അണ്ണാ-DMKയും എല്ലാ മണ്ഡലങ്ങളിലും വെക്കുന്നു. കഴിഞ്ഞ 21ലും 19ലും അതേ ക്ലിയർ സ്വീപ്പായിരുന്നു DMK സഖ്യത്തിനെ സംബന്ധിച്ച്. അതെന്തായാലും ഇത്തവണ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അണ്ണാ-DMK പറയുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള അഴിമതി, അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രചാരണ പരിപാടികൾ എന്തായാലും അവർ നടത്തുകയും ചെയ്തിരുന്നു. NDA സഖ്യം വലിയ പ്രതീക്ഷയിൽ തമിഴ്നാട്ടിൽ വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉൾപ്പെടെ മത്സരരംഗത്തുണ്ട്. തെലങ്കാന ഗവർണറായിരുന്ന തമിഴിസൈ സൗന്ദരരാജൻ മത്സരരംഗത്തുണ്ട്. മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനുണ്ട്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള എൽ മുരുകൻ, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം തന്നെ മത്സരരംഗത്തിറങ്ങിയാണ് ഇത്തവണ BJP തമിഴ്നാട്ടിൽ സീറ്റ് പിടിക്കാൻ ഒരുങ്ങുന്നത്. അത്തരത്തിലൊരു 4 സീറ്റുകൾ ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ BJPക്ക് ഉണ്ട് താനും. പാട്ടാളി മക്കൾ കക്ഷിയൊക്കെ സഖ്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് വലിയ നേട്ടമായി തന്നെ BJP കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ ഫലം അത് ഇത്തവണയും ആവർത്തിക്കുമെന്നുള്ളതാണ് DMK സഖ്യത്തിന്റെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം. കഴിഞ്ഞ തവണ 38 സീറ്റുകൾ, അത് 39ലേക്ക് പൂർണ്ണമായും തമിഴ്നാട്ടിലെ എല്ലാ സീറ്റുകളും അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റും പിടിക്കുക എന്ന് തന്നെയാണ് DMK ലക്ഷ്യം വെക്കുന്നത്. സമാനമായ അർത്ഥത്തിൽ തന്നെയാണ് അണ്ണാ-DMKയും. BJP ആണെങ്കിൽ വലിയ പ്രതീക്ഷ തമിഴ്നാട്ടിൽ വെക്കുന്നുമുണ്ട്. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി ചേർന്ന ചെന്നൈയിൽ നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.